ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കൂടുതൽ സിനിമാ ബന്ധം അന്വേഷിക്കുകയാണ് എക്സൈസ്. ബിഗ് ബോസ് താരം ജിൻഡോയെ ഇന്ന് ചോദ്യം ചെയ്യും. ഷൈനിനെയും ശ്രീനാഥ് ഭാസിയെയും ഇന്നലെ ചോദ്യം ചെയ്തത് 12 മണിക്കൂറാണ്. കൂടുതൽ ചോദ്യം ചെയ്യലിനായി മോഡൽ സൗമ്യയെ വീണ്ടും വിളിച്ചേക്കുമെന്നറിയുന്നു. വിവരങ്ങളുമായി ശരത് എസ് ആലപ്പുഴയിൽ നിന്നും ചേരുന്നുണ്ട്. ശരത്, വെരി ഗുഡ് മോർണിംഗ് ശരത്. അപ്പോൾ ഇന്ന് ജിൻഡോയാണ് എക്സൈസ് ഓഫീസിലേക്ക് എത്തുക. ജിൻഡോയെ മറ്റൊരാളെ കൂടി നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇന്നലെ ഈ 12 മണിക്കൂറോളമാണ് ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും സൗമ്യയും ഒരുമിച്ചിരുത്തിയൊക്കെ ചോദ്യം ചെയ്തത്. ഇതിൽ നിന്ന് കാര്യമായ മൊഴികൾ കിട്ടിയിട്ടുണ്ടോ എക്സൈസിന്? തുടരന്വേഷണത്തിന് പറ്റുന്ന രീതിയിൽ വീണ്ടും വിളിപ്പിച്ചേക്കുമോ ഇവരെ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇന്നെന്തായാലും രണ്ടുപേരെയാണ് ഇന്നിപ്പോൾ അന്വേഷണ സംഘം വിളിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് ബിഗ് ബോസ് താരം ജിൻഡോ, മറ്റൊന്ന് ഈ സിനിമയുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജോഷി എന്ന ഒരാൾ. അങ്ങനെ രണ്ടുപേരെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇന്നിപ്പോൾ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ തന്നെ സൂചിപ്പിച്ചതുപോലെ 12 മണിക്കൂറോളമാണ് ഈ താരങ്ങളെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് വിശദമായ ചോദ്യം ചെയ്യൽ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. ഇവരെ പ്രതിചേർക്കത്തക്ക വിവരങ്ങളല്ല, പക്ഷേ ഈ കേസിൽ നിർണായകമാകുന്ന അല്ലെങ്കിൽ തസ്ലീമിന്റെ മൊഴിയെ സാധൂകരിക്കത്തക്ക പല വിവരങ്ങളും ഇവരിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ ഇവർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള അത്തരം വിവരങ്ങൾ ഇവരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രതികൾ ഈ ലഹരിക്കടിമകളാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. ഇവർ പലതവണ കഞ്ചാവും മറ്റ് ലഹരി മരുന്നുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഷൈൻ ടോം ചാക്കോ പറഞ്ഞ താൻ കഞ്ചാവല്ല ഉപയോഗിക്കാറ്, സിന്തറ്റിക് ലഹരിയാണ്. അങ്ങനെ അക്കാര്യമടക്കം അന്വേഷണ സംഘത്തിന്റെ മുമ്പിലുണ്ട്. എന്തായാലും അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഷൈൻ ടോം ചാക്കോയെ ഇന്നലെ ഇപ്പോൾ എന്തായാലും ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ആ രീതിയിൽ എക്സൈസ് അത്തരം നടപടികളും സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും ഇവരെ വിട്ടയച്ചെങ്കിൽ പോലും ഉടൻ തന്നെ ആവശ്യമെങ്കിൽ വിളിപ്പിച്ചേക്കുമെന്നുള്ള കാര്യം കൂടി എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇന്നലെ പറയുകയുണ്ടായി. അതായത് ഇതിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്ന നടപടികളാണ് അന്വേഷണ സംഘം ഇപ്പോൾ നീക്കുന്നത്. അതിന്റെ ഭാഗമായി ഇത്തരം സംശയങ്ങൾ വരുന്ന സമയത്ത് ആളുകളെ വിളിച്ചു വരുത്തി അതിൽ കൂടുതൽ വ്യക്തത വരുത്തും. ആവശ്യമെങ്കിൽ ഇവരെയൊക്കെ തന്നെ പ്രതി ചേർക്കുന്ന നടപടികളിലേക്ക് കടക്കും. പക്ഷേ ഇന്നലെ ഈ 3 പേരെയും പ്രതി ചേർത്തില്ല, പകരം വിട്ടയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒപ്പം സൗമ്യയെ വിട്ടയച്ച സമയത്ത്, ഈ മോഡലായ സൗമ്യയെ വിട്ടയച്ച സമയത്ത് വീണ്ടും വിളിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. വിളിപ്പിക്കുന്ന സമയത്ത് ഹാജരാകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സൗമ്യയെ വിട്ടയച്ചിട്ടുള്ളത്. എന്തായാലും ഇവരും തസ്ലീമയുമായൊക്കെ നടത്തിയ സാമ്പത്തിക ഇടപാടും മറ്റു വാട്സ്ആപ്പ് ചാറ്റ് അടക്കമുള്ള തെളിവുകളും അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. അതുകൂടി അതിൽ കൂടി കൂടുതൽ വ്യക്തത വന്ന ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് എന്തായാലും അന്വേഷണ സംഘം കടക്കുക. ഇന്നിപ്പോൾ ബിഗ് ബോസ് താരത്തെയും ഒപ്പം ഈ പ്രൊഡക്ഷൻ കൺട്രോളിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ജോഷിയെയും വിളിപ്പിച്ചത് ഈ തസ്ലീമയുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ബിഗ് ബോസ് താരം ജിൻഡോ പലതവണ തസ്ലീമയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് തസ്ലീമയെ ഇവർക്ക് പരിചയമുള്ളത്, ഏത് ആവശ്യത്തിനാണ് പണം കൈമാറിയതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി കൃത്യമായ തയ്യാറെടുപ്പോടുകൂടിയുള്ള ചോദ്യാവലി അടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ ഇന്നൊരു വ്യക്തത വരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇന്നലത്തെ അത്ര വൈകാനുള്ള സാധ്യതയില്ല. ഒരു വൈകിട്ടോടുകൂടി തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയാവാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ നമുക്കറിയാം 3 പേരെ രാത്രിയോടുകൂടിയാണ് ചോദ്യം ചെയ്യൽ അവസാനിച്ചത്. ഏറ്റവും അവസാനമായിരുന്നു ശ്രീനാഥ് ഭാസിയുടെ ചോദ്യം ചെയ്യലുണ്ടായത്. അത് രാത്രി 8 മണിയിൽ അധികം നീളുന്നു. അങ്ങനെ വളരെ വൈകിയാണ് ഇന്നലെ ചോദ്യം ചെയ്യൽ അവസാനിച്ചത്. തസ്ലീമ സുൽത്താനയുമായിട്ടും സൗമ്യയ്ക്ക് ബന്ധമുണ്ട്, ഷൈൻ ടോം ചാക്കോവുമായിട്ടും സൗമ്യയ്ക്ക് ബന്ധമുണ്ട്, ശ്രീനാഥ് ഭാസിയുമായിട്ടും സൗഹൃദമുണ്ട്. എന്നാൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളല്ല സൗമ്യ. പുറത്ത് കേൾക്കുന്നൊരു വിവരം, ഈ സൗമ്യയെ മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി തസ്ലീമ സുൽത്താൻ കമ്മീഷൻ വാങ്ങിച്ച് താരങ്ങളുടെ മുന്നിൽ എത്തിച്ചു എന്നാണ്. അതെന്താണെന്നുള്ളത് ഇനിയും നമുക്ക് വ്യക്തമല്ല. അതൊക്കെ ഇനി അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. അപ്പോൾ ലഹരി ഇടപാടുണ്ട്, മറ്റു ചില ഇടപാടുകളും ഒക്കെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രാഥമികമായി. അതിന്റെ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് അല്ലേ? അരുൺകുമാർ, അതായത് ഈ കേസിൽ സൗമ്യയുടെ റോൾ എന്ന് പറയുന്നത് പ്രധാനമായും ഈ ലഹരി ഇടപാടിന്റേതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്കാണോ? സാമ്പത്തിക ഇടപാട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അത് എന്തിനാണ് എന്നുള്ളതായിരുന്നു പ്രധാനമായും സൗമ്യയോടും ഒപ്പം ഈ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി അടക്കമുള്ള താരങ്ങളോടും ചോദിച്ചറിഞ്ഞത്. അതായത് ഇവരിൽ നിന്ന് സൗമ്യയുടെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ട്, ഒപ്പം സൗമ്യയുടെ അക്കൗണ്ടിൽ നിന്ന് തസ്ലീമയുടെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ട്. ഇത് ഏത് ആവശ്യത്തിനാണ് എന്നുള്ളതാണ് അതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടിയായിരുന്നു ഇവരെ വിളിച്ചു വരുത്തിയത്. പക്ഷേ ഇവർ 3 പേരും നൽകിയ മൊഴി ഇത് മറ്റൊരു ആവശ്യത്തിനാണ്, അതായത് വേറൊരു ആവശ്യത്തിന് വേണ്ടി നൽകിയതാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അത് ഈ ലഹരി ഇടപാടിനല്ല എന്നുള്ളതാണ്. പക്ഷേ അത് എക്സൈസ് പൂർണ്ണമായും മുഖവിലേക്കെടുക്കുന്നില്ല. ഇവർ നൽകിയ മൊഴി പ്രകാരം ഇവരെ ഇന്നലെ ഇത് ഹൈബ്രിഡ് കഞ്ചാവിനല്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്നലെ ഇവരെ പ്രതി ചേർക്കാതെ വിട്ടയക്കുകയും ചെയ്തത്. പക്ഷേ ഈ മൊഴി ഇത് ലഹരി ഇടപാടിനാണ് എന്ന സംശയം ഇപ്പോഴും എക്സൈസിലുണ്ട്. ഇവരുടെ മൊഴി പ്രകാരം അതല്ല എന്നുള്ളത് കൊണ്ട് പ്രതി ചേർത്തിട്ടില്ല. പക്ഷേ ഇതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ഇവരെ വീണ്ടും വിളിച്ചു വരുത്താൻ തന്നെയാവും അന്വേഷണ സംഘം നീങ്ങുക. സൗമ്യയോട് എന്തായാലും വീണ്ടും ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് തന്നെയാണ് മടക്കി അയച്ചത്. എന്തായാലും അക്കാര്യങ്ങളടക്കം കൂടുതൽ തെളിവുകൾ, അതായത് ഇത് ലഹരി ഇടപാടിനാണ് എന്ന് വ്യക്തമായാൽ വീണ്ടും വിളിച്ചു വരുത്തുകയും തുടർന്ന് പ്രതിചേർക്കുന്ന നടപടികളിലേക്ക് അന്വേഷണം കടക്കും. അക്കാര്യങ്ങളിലുള്ള തെളിവ് ശേഖരണം കൂടി അന്വേഷണം ഇപ്പോൾ
അന്വേഷണ സംഘം ഇപ്പോൾ ആരംഭിച്ചിട്ടുമുണ്ട്. ഓക്കെ, താങ്ക് യു. ശരത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തിനു വേണ്ടിയാണ് സൗമ്യ തസ്ലീമയുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയത്? ഷൈൻ ടോം ചാക്കോ സൗമ്യയുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയത് സിനിമയുമായി ബന്ധമുള്ള ഒരാളല്ലോ. അവിടെയാണ് പല സംശയങ്ങളും ഉണ്ടാവുന്നത്.